നമസ്കാരം. ഇന്ത്യൻ ടീമിലെ T20 ടീമിലെ 4-ാം നമ്പർ സ്ഥാനത്തേക്ക് ആരെത്തുമെന്ന കാര്യത്തിൽ സെലക്ടർമാർ ഇന്ന് നിർണായക തീരുമാനമെടുക്കുമെന്ന് അറിയുന്നു. ഡൽഹി T20 മത്സരങ്ങൾക്കായി മലയാളി താരം സഞ്ജു സാംസണും തിലക് വർമ്മയും തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. സെപ്റ്റംബർ പകുതിയോടെ ആരംഭിക്കുന്ന ഹോം പരമ്പരയ്ക്കായി രണ്ടുപേരും ശക്തമായ അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. ഗാലെ മത്സരങ്ങൾക്ക് ശേഷം ടീം മാനേജ്മെന്റ് കൃത്യമായ സന്തുലിതാവസ്ഥ കണ്ടെത്താനായി ചർച്ചകൾ ശക്തമാക്കിയിട്ടുണ്ട്. സഞ്ജുവിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് പരിചയ സമ്പത്തോ അതോ തിലക് വർമ്മ തരുന്ന ലെഫ്റ്റ് ഹാൻഡ് സ്റ്റെബിലിറ്റിയോ ഏതാണ് വേണ്ടതെന്ന കാര്യത്തിൽ ആരാധകർക്കിടയിലും അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറയാം. വരും മത്സരങ്ങളിൽ ഇന്ത്യയുടെ മിഡിൽ ഓർഡർ തന്ത്രങ്ങൾ എന്തായിരിക്കുമെന്നും വ്യക്തമാക്കുന്നതാണ്. ഈ തീരുമാനം 4-ാം നമ്പറിൽ ആരെ കളിപ്പിക്കുമെന്നതാണ് ടീം മാനേജ്മെന്റിന്റെ മുന്നിലുള്ള പ്രധാന തന്ത്രപരമായ കടമ്പ എന്നൊക്കെ അറിയണം. അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിൽ തീരുമാനിക്കാൻ സാധിക്കൂ. അത് തീരുമാനിക്കാൻ എളുപ്പമുള്ള കാര്യമല്ല. സഞ്ജുവിന്റെ കാര്യങ്ങൾ അവിടെ മുന്നിൽ നിൽക്കുമ്പോൾ, ആരാധകർ വളരെയധികം ശക്തരായി നിൽക്കുമ്പോൾ നമുക്ക് സഞ്ജുവിനെ പിന്തുണയ്ക്കാതിരിക്കാനോ അല്ലെങ്കിൽ സഞ്ജുവിനെ മുന്നിലേക്ക് വെക്കാതിരിക്കാനോ സാധിക്കില്ല. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന താരത്തിനും അതൊരു വലിയ കരിയർ ബാക്ക് നൽകും. അതുകൂടെ ആലോചിച്ച് മാത്രമേ ഇത്തരത്തിൽ ടീമിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കൂ. ഇത് മാത്രമേ അവരുടെ മനസ്സിലുണ്ടാവൂ. ഇന്ത്യയിൽ നിലവിൽ ടോപ്പ് 3-യിൽ തകർത്തടിക്കുന്ന വലതുകയ്യൻ ബാറ്റർമാർ ഉള്ളതാണ്. ഇവിടേക്ക് ഇടതുകയ്യനായ തിലക് വർമ്മ എത്തുന്നത് എതിർ ബൗളർമാരുടെ താളം തെറ്റിക്കാനും ബാറ്റിംഗിൽ വൈവിധ്യമായി കൊണ്ടുവരാനും സഹായിക്കും. എന്നാൽ ക്രീസിലെത്തി നിലയുറപ്പിക്കാൻ സമയം കളയാതെ തന്നെ പേസിനെയും അതുപോലെ സ്പിന്നിനെയും ഒരുപോലെ തല്ലിത്തകർക്കാൻ കഴിയുന്ന ഡേഞ്ചറസ് മിഡിൽ ഓവർ ഫ്ലോട്ടറാണ് സഞ്ജു സാംസൺ എന്ന് വിശേഷിപ്പിക്കാം. പവർ പ്ലേക്ക് ശേഷമുള്ള ഓവറുകളിൽ എതിർ ക്യാപ്റ്റന്മാരെ കടുത്ത സമ്മർദ്ദത്തിലാക്കാൻ സഞ്ജുവിന് സാധിക്കും. അതുപോലെ തന്നെ വെറും 2 ഓവറുകൾ കൊണ്ട് മാത്രമല്ല ഗതികൾ മാറ്റാനും കളിയുടെ ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെ സഞ്ജുവിനെ കൊണ്ട് മാറ്റാൻ ശേഷിയുള്ളൊരു താരം കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ ഭയക്കണം, അതുപോലെ നമ്മൾ പ്രതീക്ഷകൾ വെക്കണം. പക്ഷേ സഞ്ജുവിനെ അവിടെ തന്നെ നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ മറ്റൊരു താരത്തിന് അവിടെ ഒരു അടി ഏൽപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റ് ആരാധകർക്ക് സാധിക്കില്ല. സഞ്ജുവിന്റെ അന്തം ഫാൻസിനാണെങ്കിൽ സാധിക്കും. സഞ്ജു മാത്രം ഉയർന്നു വന്നാൽ മതി എന്ന് ചിന്തിക്കുന്നവർക്ക് അത് സാധിക്കും. പക്ഷെ മറ്റുള്ളവർക്ക് അത് സാധിക്കില്ല. സമീപകാലത്തെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പവർ പ്ലേയിൽ അതായത് PPയിൽ മിഡിൽ ഓവറുകളിൽ MOയിൽ ഇരുവരുടെയും പ്രകടനത്തിൽ വലിയ വ്യത്യാസം കാണാൻ സാധിക്കും. മിഡിൽ ഓവറുകളിൽ സ്പിന്നർമാർക്കെതിരെ തിലകിനേക്കാൾ വലിയ ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് സഞ്ജുവിന്റെ പക്കലുണ്ട് എന്നത് സുരക്ഷിതമാണ്. അതേസമയം തന്ത്രപരമായ വഴക്കും അതുപോലെ തന്നെ ആ ഒരു ഫ്ലോ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ വഴക്കവും ഈ കളിയിൽ സാഹചര്യങ്ങളിൽ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവും ഒക്കെ തന്നെയും മികച്ച ഔട്ട്ഫീൽഡ് ഫീൽഡിങ്ങിനൊക്കെ തിലക് വർമ്മയുടെ കരുത്തുണ്ട്. മുൻനിര പെട്ടെന്ന് തകരുമ്പോൾ ടീമിനെ കരകയറ്റാനും ഫിനിഷിംഗ് റോളിൽ വേഗത്തിൽ റൺസ് അടിക്കാനും തിലകിന് സാധിക്കും. വൈസ് ക്യാപ്റ്റനായുള്ള പരിചയ സമ്പത്ത് ടീമിന് അധിക ലീഡർഷിപ്പ് കരുത്ത് നൽകുന്നുണ്ട്. ഈ വഴക്കം തിലകിന് സെലക്ടർമാർക്കിടയിൽ വലിയ പിന്തുണ നേടിക്കൊടുക്കുന്നു. ഗാലെ ടെസ്റ്റിന് ശേഷം പുറത്തുവരുന്ന ടീം സെലക്ഷനിലൂടെ തന്നെ ഡൽഹി T20യിൽ ഇന്ത്യയുടെ പ്രധാന തന്ത്രം എന്തായിരിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. സഞ്ജുവിനെ തിരഞ്ഞെടുക്കുന്നത് പ്രധാന ഓവറുകളിൽ കടുത്ത ബൗണ്ടറികളും കൂടുതൽ ബൗണ്ടറികളും പരിചയസമ്പന്നരും പവർ ഹിറ്റും ഒക്കെ ആയിരിക്കും നൽകുക. എന്നാൽ തിലകിനെ കൊണ്ടുവരുന്നതിലൂടെ തന്നെ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ മിഡിൽ ഓർഡറിൽ ഉറപ്പുവരുത്താനും അടിത്തറ നൽകുകയും ചെയ്യും. ഉയർന്ന സ്ട്രൈക്ക് റേറ്റോടെയാണിത് അതോ തന്ത്രപരമായി വഴക്കമാണോ വേണ്ടതെന്നുള്ള അന്തിമ തീരുമാനമായിരിക്കും ഇതിലുള്ള കാര്യം.